പ്രൈസ് ദ ലോർഡ്. സങ്കീർത്തനം 42:5 ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു. ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വലിയ ഭാരം തോന്നാറുണ്ട്. എന്താണ് കാരണമെന്ന് പോലും പലപ്പോഴും നമുക്ക് മനസ്സിലാകാറേയില്ല. ഉള്ളിൽ ഒരു സമാധാനമില്ലാത്ത അവസ്ഥ, ഒരു സ്വസ്ഥതയില്ലാത്തതുപോലെ പലപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും. എന്നാൽ ഈ വചനത്തിൽ സങ്കീർത്തനക്കാരൻ ഇത് മറ്റാരോടും അല്ല പറയുന്നത്. അവൻ്റെ ആത്മാവിനോട് തന്നെ സംസാരിക്കുകയാണ്. അവിടെ തൻ്റെ ഫീലിങ്സ് അവൻ ഇഗ്നോർ ചെയ്യുന്നില്ല. ബട്ട് ഹി ഡസൻറ്റ് അലൗ ദോസ് ഫീലിങ്സ് ടു കൺട്രോൾ ഹിം. അവൻ തന്നോട് തന്നെ ചോദിക്കുകയാണ്, വൈ ആർ യു ലൈക്ക് ദിസ്? അതിനുശേഷം അവൻ അവിടെ ഒരു തീരുമാനമെടുക്കുന്നു. പുട്ട് യുവർ ഹോപ്പ് ഇൻ ഗോഡ്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വലിയ പ്രശ്നം പലപ്പോഴും പുറത്തല്ല, ഇറ്റ് ഈസ് ഇൻസൈഡ് അവർ ഹേർട്ട് ആൻഡ് മൈൻഡ്. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഈവൻ ഇഫ് യു ഫീൽ ലോ ടുഡേ, നമ്മൾ നമ്മുടെ ഹൃദയത്തോട് ഇങ്ങനെ സംസാരിക്കുക: റിമൈൻഡ് യുവർ സെൽഫ് ഹൂ ഗോഡ് ഈസ് ആൻഡ് ചൂസ് ഹോപ്പ് ഓവർ ഫിയർ. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ പ്രശ്നം മാറുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പറയുന്നു, ഐ വിൽ സ്റ്റിൽ പ്രൈസ് ഹിം. അത് നമ്മളെ പഠിപ്പിക്കുന്നത്, പ്രൈസ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സിറ്റുവേഷൻ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അവർ ഫെയ്ത്ത് ഇൻ ഗോഡ്. സോ ടുഡേ വാട്ട് എവർ യു ആർ ഗോയിങ് ത്രൂ, എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ പ്രശ്നം മാറാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കേണ്ട. ചൂസ് ടു പ്രൈസ് ഗോഡ് ഈവൻ നൗ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.